ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിജിനീസ് കിച്ചൻ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു തക്കാളി ചട്നിയാണ്. നമ്മൾ പച്ചക്കറി ഉണ്ടാക്കാത്ത ദിവസങ്ങളിൽ 2 മിനിറ്റിനുള്ളിൽ വേഗം തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി ചട്നിയാണിത്. ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണിതിന്. ഞാനതിൽ ചെറി ടൊമാറ്റോയാണ് ഉപയോഗിക്കുന്നത്. ചെറി ടൊമാറ്റോ തന്നെ ഉപയോഗിക്കണം എന്നില്ല, നമ്മുടെ കയ്യിലുള്ള നോർമൽ തക്കാളി ആയാലും മതി. നമുക്കെന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ ചട്നി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. നമുക്ക് ഈ തക്കാളി ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ആദ്യം വേണ്ടതൊരു ഉള്ളിയാണ്. ഞാൻ ഈ ഉള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ പച്ചമുളകിൻ്റെ നെട്ടൊക്കെ കളഞ്ഞിട്ട് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇപ്പം ഞാൻ ഈ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിത് ഉള്ളിയുടെ കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്ത് നമുക്ക് വേണ്ടത് ചെറി ടൊമാറ്റോ തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ നോർമൽ തക്കാളി ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പം ചെറി ടൊമാറ്റോ ചേർത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ തക്കാളി ചട്നിക്ക് ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ചെറി ടൊമാറ്റോ ചേർത്ത് ചെയ്യുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ചെറി ടൊമാറ്റോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത ശേഷം നമുക്ക് ഈ തക്കാളിയും ഈ ഉള്ളിയും മുളകും എല്ലാം കൂടെ നല്ല ഭംഗിയായിട്ട് ഞരടിയെടുക്കണം. കൈ കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. നല്ല പോലെ ഒന്ന് ഞരടിയെടുക്കാം. ഇപ്പം ഞാൻ ഈ ചെറി ടൊമാറ്റോയും ഉള്ളിയും മുളകും എല്ലാം കൂടെ നല്ലപോലെ ഞരടി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ചെറി ടൊമാറ്റോയുടെ ചട്നി ആദ്യമായിട്ട് ഉണ്ടാക്കി തന്നത് എൻ്റെ ഹോസ്റ്റൽ വാർഡനായിരുന്നേ. ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ചെറിയ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഹോസ്റ്റലിൽ പിള്ളേർക്ക് കളിക്കാനൊക്കെ, ഷട്ടിൽ കളിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ഗ്രൗണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോർണറിൽ ഞങ്ങളുടെ വാർഡൻ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യുമായിരുന്നു. അവർക്ക് പറ്റുന്ന രീതിയിൽ വെണ്ട അങ്ങനെ കുറച്ച് ചെടികളൊക്കെ നട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ചെടികളൊക്കെ ഇഷ്ടമായത് കാരണം മാം വെള്ളം ഒഴിക്കാൻ പോകുമ്പോൾ കൂടെ പോയിട്ട് വെള്ളം ഒഴിക്കുക, മാമിനെ ഹെൽപ്പ് ചെയ്യുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാനും കൂടെ കൂടുമായിരുന്നു മാമിൻ്റെ ഒപ്പം. ഈ ഒരു ചെറിയ തക്കാളിയുടെ ചെടി ഒരു കോർണറിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പം മാം എന്നെ ചെയ്തു, ആ കോർണറിൽ നിന്ന് ആ ചെറിയ തക്കാളി ചെടി അതെങ്ങനെയോ വന്നതാ. എന്തെങ്കിലും പക്ഷികൾ തിന്നിട്ട് കൊണ്ടിട്ടതോ അങ്ങനെ എങ്ങനെയാണ്, നട്ടതൊന്നുമല്ല. അതിന് പറിച്ചു കൊണ്ടുവന്നിട്ട് ഈ ചെടികളുടെ കൂടെ വെച്ചു. നമുക്കറിയത്തില്ലായിരുന്നു ആദ്യം ഇത് ചെറി ടൊമാറ്റോ ആണെന്ന്. അത് വലുതായി കായ പിടിക്കാൻ തുടങ്ങിയപ്പം അത് നിറച്ച് ചെറി ടൊമാറ്റോ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ബാംഗ്ലൂരിലാണ്. അപ്പോൾ അവിടുത്തെ മണ്ണ് നല്ല മണ്ണാണ്. അതിൽ നിറച്ച് തക്കാളി എന്ന് പറഞ്ഞാൽ ഇഷ്ടമാതിരി. ഞങ്ങളത് പറിച്ചപ്പം ഒരു ചെറിയ പ്ലാസ്റ്റിക് കവറിൻ്റെ ഹാഫോളം കിട്ടി നമുക്കന്ന്. ഇപ്പം മാം പറഞ്ഞു, ഞാനിത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു അടിപൊളി സാധനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അന്ന് ഊണിൻ്റെ സമയമായപ്പം ഹോസ്റ്റലിൽ ക്യാൻറ്റീനിൽ നിന്ന് ഉള്ളിയും പച്ചമുളകൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഇതൊക്കെ റെഡിയാക്കി ഞങ്ങൾക്ക് തന്നു. അപ്പോഴാണ് ഞങ്ങൾ കഴിച്ചിട്ട്, ഞങ്ങൾ 2-3 പിള്ളേരും മാമും ഒന്നിച്ച് നിന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക. ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ചട്നി ഉണ്ടാക്കി തന്നപ്പം. കാരണം ഒന്നാമത് വീട് വിട്ട് നിൽക്കുന്നതല്ലേ, ഹോസ്റ്റലിലെ ഫുഡ് അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഈ ചമ്മന്തി കിട്ടിയപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കാൻ പഠിച്ചത്. എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണിത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ചമ്മന്തി ഇഷ്ടമായാൽ എൻ്റെ റെസിപ്പി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം. താങ്ക് യു.